ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ഓട്ട് ബനാന ബ്രെഡ് ഉണ്ടാക്കിയാലോ. ഇതിന് ബ്രെഡെന്നോ കേക്കെന്നോ ഇഷ്ടമുള്ളത് വിളിക്കാം കേട്ടോ. സംഭവം ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ഈസിയാണ്. കുട്ടികൾക്കൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഓട്സ് ഞാനൊരു 1.5 കപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറിയം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 പഴം, റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം നന്നായിട്ട് പഴുത്ത 2 പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് ഉടച്ചു കൊടുക്കുക. ഇത് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ചുമ്മാ ഉടച്ചു കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു കേക്കിലേക്ക് വരുമ്പം ഈ രീതിക്ക് മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെയൊന്നും ആയി പോവേണ്ട. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അപ്പം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് വളരെ ഹെൽത്തിയാണ്. നമുക്ക് പുറത്തുനിന്ന് കേക്കോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ ഒക്കെ മേടിക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ സിനാമൺ പൗഡറാണ്, നമ്മുടെ കറുകപ്പട്ട. പിന്നീട് ഒരു 3/4 സ്പൂൺ ജാഗരി പൗഡർ, അതായത് ശർക്കരയുടെ പൊടി അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പ് നെയ്യ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ശർക്കരയ്ക്കോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറിനോ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്, ദാറ്റ് മീൻസ് വൈറ്റ് ഷുഗർ. പക്ഷേ അതിൻ്റെ ആ ഒരു ഹെൽത്തി കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്തി ബ്രെഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. പിന്നീട് ഞാൻ 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സാധനം ഞാനൊന്ന് എക്സ്ട്രാ അവിടെ ഇരുന്നപ്പോൾ ആഡ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. സംഭവം നമ്മുടെ സ്ട്രോബെറി പ്രിസേർവാണ്. ഇത് ആഡ് ചെയ്യുന്ന യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ ഇരിപ്പുള്ളത് കൊണ്ടും ആ സമയത്ത് എനിക്ക് ചേർക്കാൻ തോന്നിയത് കൊണ്ടും യാദർശികമായിട്ട് ഞാൻ ചേർത്തതാണ്. എന്തായാലും സംഭവം അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ വന്നപ്പം നമ്മുടെ ഔട്ട്പുട്ട് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ പൊടി അത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു. പിന്നീട് നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മുടെ ബ്രെഡും കേക്കും ഒക്കെ ആവുമ്പം നമ്മുടെ അളവുകളൊക്കെ കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ അളവുകളും ഞാൻ പറയുന്നത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ അളവിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട്സ് ആണ് പയ്യെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ പുരട്ടി നമ്മുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ മറ്റേ ബനാന ലോഫ് ഉണ്ടാക്കുന്ന ആ സാധനം, അങ്ങനത്തെ പാത്രം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പ് ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ട്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഒഴിക്കുവാണെങ്കിൽ നമുക്കത് കേക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനങ്ങനെ ഫുൾ കേക്ക് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഞാൻ ആൽമണ്ട്സ് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസോ അല്ലെങ്കിൽ ബെറീസോ അല്ലെങ്കിൽ റൈസിൻസോ അങ്ങനെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ ആൽമണ്ട്സ് ആയിരുന്നു എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര പൊടി പോലെയൊന്നും ആക്കിയിട്ടില്ല. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. സംഭവം നമ്മുടെ ജാഗരി പൗഡറാണ്. ജാഗരി പൗഡറോ ബ്രൗൺ ഷുഗറോ ഉപയോഗിക്കാം. അപ്പം 1 സ്പൂൺ ജാഗരി പൗഡറും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ പയ്യെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങ് കാരമലൈസ് ചെയ്ത് ഒരുമാതിരി ക്രിസ്പായിട്ട് വരുമ്പം ടേസ്റ്റ്, ആ കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര സ്വാദാണ് കേട്ടോ. ആ കേക്കിൻ്റെ അല്ലെങ്കിൽ ആ ബ്രെഡിൻ്റെ ടേസ്റ്റിനെ ഇത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്.
ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനങ്ങനെ ഇത് മൊത്തത്തിൽ ഒരു സ്പൂണാട്ടോ ചേർക്കുന്നുള്ളൂ. അതിങ്ങനെ പല പ്രാവശ്യം എടുക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്, കുറേശ്ശെ എടുത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓവനും പ്രീഹീറ്റ് ആയി. അതിനുശേഷം എന്താ ഓവനിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ്, എനിക്കൊരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം കേക്ക് അല്ലെങ്കിൽ ബ്രെഡ് റെഡി. അതിൻ്റെ നടുക്കൊരു ടൂത്ത് പിക്ക് കുത്തി നോക്കി. അപ്പോൾ ടൂത്ത് പിക്ക് എടുക്കാൻ പോവുകയാണ്. യെസ്, സംഭവം ക്ലിയർ ആണ്, അടിപൊളി സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കുകയേ വേണ്ടൂ. കണ്ടോ, ബട്ടർ പേപ്പറിൽ വെച്ചുണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റി. അപ്പം മറിയത്തിനൊരാഗ്രഹം കട്ട് ചെയ്യണം എന്ന്. മറിയം അത് കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് തോന്നി മൊത്തത്തിലിത് പണിയാവും എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ കട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കൊടുത്തു. പെർഫെക്റ്റ് പീസ്, അടിപൊളി, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ടേസ്റ്റ് പോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അത് കണ്ടാൽ തന്നെ അറിയില്ലേ അതിൻ്റെ ഒരു ഭംഗി. ഈ ഭംഗി പോലെ തന്നെ രുചിയുള്ള സംഭവമാണ് കേട്ടോ. താങ്ക് യു.